കേരളം ജയിക്കും UDF നയിക്കും എന്ന ക്യാപ്ഷനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFനെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. 10 വർഷമായി കേരളത്തിൽ അധികാരത്തിന് പുറത്തിരിക്കുന്ന കോൺഗ്രസിനും ഐക്യമുന്നണിക്കും ഇത്തവണ അധികാരത്തിൽ തിരിച്ചു വന്നേ മതിയാകൂ. അണിയറ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി നടക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം അല്പം വൈകിയെങ്കിലും കെട്ടിലും മട്ടിലും രൂപത്തിലും ഭാവത്തിലും ഒരു പുതിയ കോൺഗ്രസിനെയും UDFനെയുമാണ് കേരളം കാണുന്നത്. 140 മണ്ഡലങ്ങളിലും തീപ്പാറുന്ന മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഈ ക്യാപ്ഷൻ UDFനെ തുണയ്ക്കുമോ? 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ? അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങളെല്ലാം ഈ കേരളം ജയിക്കും UDF നയിക്കുമെന്ന് പറയുന്ന ക്യാപ്ഷനോട് കൂടിയുള്ള പരസ്യം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി മൂന്നാമതും ഭരണത്തിന്, അതായത് തുടർഭരണത്തിന് വേണ്ടി കച്ചകെട്ടി പോരാട്ട രംഗത്തിറങ്ങുമ്പോൾ 10 വർഷം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും ഐക്യമുന്നണിയും ഇത്തവണ ഭരണം പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് മുഖത്തുള്ളത്. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഭരണം ലഭിച്ചില്ലെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനം തന്നെ അവതാളത്തിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഐക്യത്തോടുകൂടി കെട്ടുറപ്പോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകി എന്നതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് ആണ്. അതുകൊണ്ട് എല്ലാ സമവാക്യങ്ങളും പാലിച്ചു മാത്രമേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാൻ കഴിയൂ. അതുകൊണ്ടാണ് ആ വൈകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഡൽഹിയിൽ നേതാക്കന്മാരുണ്ട്. അതോടൊപ്പം തന്നെ AICCയുടെയും സ്ക്രീനിംഗ് കമ്മിറ്റിയുടെയും ഹൈക്കമാൻഡും ഒക്കെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാൻ കഴിയൂ. എന്തായാലും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന് നേരത്തെ തന്നെ ഹോംവർക്ക് നടത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയ പുതിയ യാത്ര കേരളത്തിന്റെ 140 മണ്ഡലങ്ങളിലും വലിയ ഓളം സൃഷ്ടിച്ചാണ് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനം സമാപിച്ചത്. ആ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രഖ്യാപനം കേരളം വലിയ കയ്യടിയോടുകൂടിയാണ് ഏറ്റെടുത്തത്. ഇപ്പോൾ കേരളത്തിൽ ഒരു പുതിയ മുദ്രാവാക്യം, കേരളം ജയിക്കും UDF നയിക്കുമെന്ന മുദ്രാവാക്യവുമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ UDF നേരിടുമ്പോൾ ആ UDFന്റെ പ്രതീക്ഷകൾ എത്രമാത്രമാണ്? ജനങ്ങൾ ഈ മുദ്രാവാക്യത്തെ സ്വീകരിക്കുമോ? അല്ല, നമുക്കറിയാം നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിന്റെ മനസ്സ് അല്ലെങ്കിൽ കേരളത്തിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം പോലും സൂചിപ്പിച്ചത് കോൺഗ്രസിനും അല്ലെങ്കിൽ UDFന് അനുകൂലമായ ഒരു ട്രെൻഡാണ് നിലവിലുള്ളത്. പക്ഷെ ഇപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് എപ്പോഴും കോൺഗ്രസിന്റെ സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും അവസാനം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതും ഈ പറയുന്ന പാർട്ടിക്ക് അകത്ത് തന്നെ സ്വതന്ത്രന്മാർ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പാർട്ടി വിട്ട് പലരും സ്ഥാനാർത്ഥിത്വം കിട്ടാതെ പോകുന്നതൊക്കെ കോൺഗ്രസിന്റെ സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ മറിച്ചായിരുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായി. ഇത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച അടുത്ത ദിവസമാകുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല. ഒരു ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ രീതിയാണ്. അതുകൊണ്ട് എന്നാൽ പോലും മറ്റു മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി നടത്താത്തത് എന്തെന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ മുന്നോട്ട് വെച്ചിരിക്കുന്ന മുദ്രാവാക്യം നമുക്കറിയാം. തെരഞ്ഞെടുപ്പിനൊക്കെ ഒരുപാട് മുന്നേ തന്നെ കടക്കുപുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കാണ് കടക്കുപുറത്തെന്ന് മാധ്യമപ്രവർത്തകരോട്. അതേ വാക്കുകൊണ്ട് ഒരു വെബ്സൈറ്റ്, ഒരു സൈറ്റ് പോലും രൂപീകരിക്കുകയും അതിലൂടെ കാര്യങ്ങളും ഈ സർക്കാരിനെതിരെ കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ ജനങ്ങളുടെ വികാരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് കേരളം ജയിക്കും UDF നയിക്കും എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവുമായി വരുന്നത്. അത് കേരളത്തിൽ കുറച്ചുകൂടി ഒരു ക്യാച്ച് വേർഡ് പോലെയാണ്. LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞത് പോലെ നമുക്ക് വളരെ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു മുദ്രാവാക്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇതും. അതുകൊണ്ട് ഇത് സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ പിന്നെ പറയുന്നൊരു ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഈ 25 ദിവസങ്ങൾ ഇനി കൗണ്ട് ഡൗൺ ആണ്. ഈ സർക്കാരിനെ പുറത്തിറക്കാനുള്ള അല്ലെങ്കിൽ പുറത്താക്കാനുള്ള ജനങ്ങൾക്കുള്ള കൗണ്ട് ഡൗൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ടും പരസ്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കോൺഗ്രസിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതീക്ഷയാണ്. നമുക്കറിയാം VD സതീശൻ പ്രതിപക്ഷ നേതാവ് നയിച്ച പുതുയുഗ യാത്രയിൽ നമ്മൾ കണ്ടതാണ് ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം, ജനപിന്തുണ. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഐക്യത്തോടു കൂടി, ഇതുവരെ ഇല്ലാത്തൊരു ഐക്യത്തോടു കൂടി ഒത്തൊരുമയോട് കൂടി പോയാൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ ഈസി ആയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും ഇതുവരെയും കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും വന്നിട്ടില്ല. അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാവരെയും ഒപ്പം നിർത്തി പടലപ്പിണക്കങ്ങൾ ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും ഗുണമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാരിനെതിരെ കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരെ സർക്കാർ അല്ലെങ്കിൽ CPM സമ്മതിച്ചില്ലെങ്കിലും ഭരണവിരുദ്ധ വികാരമുണ്ട്. എപ്പോഴും പറയുന്നതിന് MLA-മാർക്കെതിരെ അത്ര വലിയൊരു വികാരമില്ല. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ വികാരം ഉണ്ടെങ്കിൽ പോലും MLA-മാർക്കെതിരെ വികാരമില്ല. എന്നാൽ പല MLA-മാർക്കെതിരെയും വികാരമുണ്ട്. അത് വോട്ടാക്കി മാറ്റാൻ ഐക്യജനാധിപത്യ മുന്നണിക്കും UDFനും കഴിയണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ കാര്യം. നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊടുത്താൽ പല സ്ഥലത്തും തിരിച്ചു പിടിക്കണം. അല്ലെങ്കിൽ UDFന്റെയും കോൺഗ്രസിന്റെയും കയ്യിലിരുന്ന സീറ്റുകൾ ഈ പാർട്ടിക്കകത്തെ വാരലും പടലപ്പിണക്കങ്ങളും കൊണ്ട് നഷ്ടപ്പെട്ടു ഒരുപാട് സീറ്റുകളുണ്ട്. അതെല്ലാം തിരികെ പിടിക്കാൻ ഐക്യത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മാത്രമേ കഴിയൂ. അതെല്ലാം മുൻനിർത്തി പോവുകയാണെങ്കിൽ, കാര്യം ജനങ്ങൾക്ക് ഒരുവിധം അല്ലെങ്കിൽ
സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാം 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം മടുത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏത് രീതിയിൽ നടത്തണം എന്നുള്ളത്, അല്ലെങ്കിൽ അതിലേക്ക് ജനങ്ങളെ എത്തിക്കുമോ എന്നുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐക്യം പോലെ ഇരിക്കും. സാധാരണ പോലെ തമ്മിൽ തല്ലാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും ഐക്യജനാധിപത്യ മുന്നണി അംഗീകരിക്കണമെന്നില്ല. മറിച്ച് ഒരു ഐക്യത്തോടു കൂടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്നതുപോലെ നിന്നാൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും വളരെ ഈസി ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തീർച്ചയായും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന മഞ്ചേശ്വരം മുതൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പാറശാല വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പ് അംഗത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. മീനച്ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം എത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരളം കാണാൻ പോകുന്നത് ദേശീയ നേതാക്കന്മാരുടെ ഒരു വലിയ പട തന്നെ 3 മുന്നണികൾക്കും വേണ്ടി പ്രചരണത്തിനെത്തും. അതായത് കഴിഞ്ഞ തവണയുള്ള പോലെയല്ല BJP കേരളത്തിൽ ഒരു 3ാം ശക്തിയായി വളർന്നു വരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ചില മണ്ഡലങ്ങളിലെങ്കിലും കേരളത്തിൽ ത്രികോണ മത്സരമാണ്. ഒരു 20ഓളം മണ്ഡലങ്ങളിൽ കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ദേശീയ നേതാക്കന്മാർ ഉൾപ്പെടെ കേരളത്തിലേക്ക് വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കേരളത്തിലേക്ക് വരുന്നു. മറുഭാഗത്ത് കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്ക ഗാന്ധിയുണ്ട്. നിലവിൽ കേരളത്തിന്റെ ചുമതലയുള്ള നിരീക്ഷകരായ മധുസൂദനൻ മിസ്ത്രി, സച്ചിൻ പൈലറ്റ്, കനയ്യകുമാർ, KJ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ, CPM-ന് വേണ്ടി പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി, അതായത് CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, D രാജ, CPI നേതാവ് ആനി രാജ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരെല്ലാം കളം നിറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. 10 വർഷത്തെ ഇടതുമുന്നണി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ, വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ 10 വർഷം കേരളത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, കേരളത്തിന്റെ വികസനത്തിന്റെ പാന്താവിലേക്ക് കൈപിടിച്ചുയർത്തിയെന്ന വാഗ്ദാനം മാത്രമാണ്, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് UDF പറയുന്നത്. അത് വികസനമില്ലായ്മയും മുരടിപ്പും പറഞ്ഞുകൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കുന്നത്. എന്തായാലും ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കെട്ടുറപ്പിൽ ഇന്ന് മുമ്പത്തെ പോലെയല്ല, ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്തായാലും UDF മുന്നോട്ട് വെച്ച മുദ്രാവാക്യം UDF നയിക്കും, കേരളം ജയിക്കുമെന്ന മുദ്രാവാക്യം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തോ എന്നറിയാൻ നമുക്ക് മെയ് 4 വരെ കാത്തിരിക്കണം. എന്തായാലും മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിലുള്ള ഐക്യം തന്നെയാണ് UDF ക്യാമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന. സ്ഥാനാർത്ഥി നിർണയം അല്പം വൈകിയെങ്കിൽ പോലും ഇതിനെയെല്ലാം മറികടക്കുന്ന തരത്തിൽ ഒറ്റക്കെട്ടായി മണ്ഡലങ്ങളിൽ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ കേരളം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും കഴിയും. VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കന്മാർ മുന്നിൽ നിന്ന് നയിക്കുന്നു. യുവത്വത്തിനും പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കുമെല്ലാം ഒരേപോലെ പ്രാതിനിധ്യം നൽകുന്ന പട്ടികയാണ് പുറത്തു വരാൻ പോകുന്നത്. ഈ പട്ടികയിൽ ഏറ്റവും മികച്ച ആറ്റിക്കുറുക്കിയ പട്ടിക തന്നെയാണ് കോൺഗ്രസ് പുറത്തുവിടുന്നത്. ആ പട്ടികയിലെ സ്ഥാനാർത്ഥികളെ 140 മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനായി പ്രവർത്തകർ രാവു പകലാക്കി ജോലിയെടുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ പ്രവർത്തകരുടെ കണ്ണീരിന്റെ വില, ആ പ്രവർത്തകരുടെ വിയർപ്പിന്റെ വില ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു മുഖ്യമന്ത്രിയെ, കോൺഗ്രസ് മുഖ്യമന്ത്രി 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ അധികാരമേൽക്കുന്നത് ശേഷം മാത്രമേ ആ പ്രവർത്തകർക്ക് വിശ്രമം ഉണ്ടാകൂ എന്ന കാര്യത്തിലും തർക്കമില്ല.